കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ ആരോഗ്യമന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജിൽ തുടരും. മെഡിക്കൽ ബോർഡ് യോഗത്തിന്റേതാണ് തീരുമാനം. ക്ഷതം മൂലം മന്ത്രിയുടെ കഴുത്തിന് വേദന തുടരുകയാണ്. അതേസമയം സംഭവത്തിൽ അറസ്റ്റിലായ 5 KSU പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചേരുന്നു. ആന്റണി, മെഡിക്കൽ ബോർഡിന്റെ അറിയിപ്പ് അനുസരിച്ച് മന്ത്രി പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ തുടരും. ഈ ഒരു ക്ഷതം മൂലം മന്ത്രിയുടെ കഴുത്തിന് വേദന തുടരുകയാണ് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇന്നലെ രാത്രിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. അവിടെ വിശദമായ പരിശോധനകൾ നടത്തിയിരുന്നു. ഇന്നലെ തന്നെ മെഡിക്കൽ ബോർഡും മന്ത്രിയുടെ ചികിത്സയ്ക്കായി രൂപീകരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അതിന് പിന്നാലെ ഇന്നിപ്പോൾ മെഡിക്കൽ ബോർഡ് യോഗം രാവിലെ ചേർന്നു. ആ യോഗത്തിൽ ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യനില വിലയിരുത്തി. അതിൽ ഈ കഴുത്തിനേറ്റ ക്ഷതം മൂലം ആ പരിക്ക് ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് വേദന ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ മാത്രമല്ല രക്തസമ്മർദ്ദം സാധാരണ നിലയിലാണ്, പക്ഷേ വേദന ഇപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ട് ആശുപത്രിയിൽ തുടരട്ടെ എന്ന ഒരു തീരുമാനമാണ് മെഡിക്കൽ ബോർഡ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ആവശ്യമെങ്കിൽ നാളെ ആരോഗ്യനില മെച്ചപ്പെടുകയാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നതും ആലോചിക്കും. ഏതായാലും ഇനി നാളെ ആയിരിക്കും മെഡിക്കൽ ബോർഡ് യോഗം ചേരുക. ആ യോഗം ചേർന്ന ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഏതായാലും പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ തുടരാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കഴുത്തിനുള്ള വേദന മാത്രമാണ് നിലവിലുള്ളത്. രക്തസമ്മർദ്ദമടക്കം സാധാരണ നിലയിലേക്ക് മാറിയിട്ടുണ്ട്. നേരത്തെ മന്ത്രിയെ MRI പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അതിൽ ഗുരുതരമായ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കഴുത്തിന് ക്ഷതമേറ്റിട്ടുണ്ട്. മാത്രമല്ല കൈക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു മരവിപ്പും ഉണ്ട് എന്നുള്ളതാണ് MRIയിൽ നിന്ന് വ്യക്തമായത്. ഏതായാലും നിലവിൽ മറ്റു പ്രശ്നങ്ങളില്ല. കഴുത്തിന് വേദനയുണ്ട്. അതുകൊണ്ട് ആശുപത്രിയിൽ ഇപ്പോൾ മന്ത്രി തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ന് പുലർച്ചെയാണ് ഈ കേസിൽ അറസ്റ്റിലായ 5 KSU പ്രവർത്തകരെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുള്ളത്. അതിൽ KSUവിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുൽ അടക്കമുള്ള ആളുകളുണ്ട്. ഇവർക്ക് എതിരെ വധശ്രമത്തിനാണ് കേസ് എടുത്തിരിക്കുന്നത്. ഈ വധശ്രമം മനഃപൂർവ്വം മന്ത്രിയെ ആയുധം ഉപയോഗിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ് FIR-ലടക്കം ഇവർക്കെതിരെ റെയിൽവേ പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഏതാണ്ട് 11ഓളം വകുപ്പുകൾ ഈ പ്രതികൾക്കെതിരെയുണ്ട്. 9 വകുപ്പുകൾ ഭാരതീയ ന്യായ സംഹിത പ്രകാരവും 2 വകുപ്പുകൾ ഈ റെയിൽവേ നിയമപ്രകാരവുമാണ് ഉള്ളത്. ഏതായാലും ഈ 5 പേരെയും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഏതായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ ഇക്കാര്യത്തിൽ തുടരുകയാണ്. ബോധപൂർവമായൊരു ശ്രമം നടന്നു മന്ത്രിയെ അപായപ്പെടുത്താൻ എന്നുള്ളതാണ് CPIM ഇപ്പോൾ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. അവരതിൻ്റെ ദൃശ്യങ്ങളടക്കം പുതിയ ദൃശ്യങ്ങളൊക്കെ പുറത്ത് വിടുകയും ചെയ്യുന്നുണ്ട്. അതേസമയം RPF ഈ CCTV ദൃശ്യങ്ങൾ, റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. പക്ഷേ എവിടെയും ഇതുമായി ബന്ധപ്പെട്ട ഈ മന്ത്രിയെ KSU പ്രവർത്തകർ അടുത്തേക്കെത്തി മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ RPFന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അവർ ആ ദൃശ്യങ്ങൾ കൂടുതലായി പരിശോധിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ KSU കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. അതായത് തങ്ങൾ മന്ത്രിക്ക് അരികിലേക്ക് എത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് KSU പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പോൾ KSUയുടെ ഭാഗത്ത് നിന്നൊരു യൂത്ത് കോൺഗ്രസ് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതായത് ഈ ഏതെങ്കിലും തരത്തിൽ ഈ KSU പ്രവർത്തകർ മന്ത്രിയെ ആക്രമിച്ചു അല്ലെങ്കിൽ മന്ത്രിക്ക് അരികിലേക്ക് എത്തി അവരുടെ ആക്രമണത്തിലാണ് പരിക്കേറ്റതെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ അതിന് പാരിതോഷികം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അങ്ങനെ ഒരു തരത്തിൽ ആരോപണങ്ങൾ പോകുമ്പോൾ മന്ത്രി നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ തുടരും. മന്ത്രിയുടെ കഴുത്തിനുള്ള പരിക്ക് അത് അങ്ങനെ തന്നെ ക്ഷതം ഏറ്റിട്ടുണ്ട്. അതിന് വേദനയും മന്ത്രിക്ക് നിലവിൽ അങ്ങനെ ആ ഒരു സ്ഥിതിയിലാണ് മന്ത്രി ഉള്ളത്. ശരി, എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ തുടരും എന്നതാണ് മെഡിക്കൽ ബോർഡ് യോഗത്തിന്റെ തീരുമാനം. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.